their true feelings for you. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. മേ ബി അവർ നിങ്ങളുമായിട്ട് വളരെ വളരെ നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നു. ആ ഒരു സമയത്ത് അവർ മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ പ്രശ്നം കൊണ്ട് നിങ്ങളെ വിട്ടുപോയതാണ്. സാഹചര്യവശാൽ അവർ നിങ്ങളെക്കാളും വില മറ്റെന്തോ കാര്യത്തിന് മേ ബി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിനോ അല്ലെങ്കിൽ ജോബ് വൈസ് ആയിട്ടുള്ള കാര്യത്തിനോ വേണ്ടിയിട്ട് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണ്. വളരെ സിൻസിയർ ആയിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു ലവ് ഈ ഒരു സമയത്ത് അവർ ഒരുപാട് മിസ് ചെയ്യുന്നു. കാരണം അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ സമയത്ത് അവർക്ക് ആ ഒരു കാര്യമായിരുന്നു വലുതെന്ന് അവർക്ക് തോന്നി. ആ ഒരു സമയത്ത് അവർക്ക് വളരെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരുന്നു. ആ സമയത്ത് അവർ നിങ്ങളെ ആണോ സേവ് ചെയ്യേണ്ടത്, അവരുടെ ലൈഫിലുള്ള ആ ഒരു പ്രോബ്ലത്തെ ആണോ ഫേസ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴായിരുന്നാലും നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് തിരികെ വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ നിങ്ങളെ മേ ബി അവർ നിങ്ങളെ ബ്ലോക്ക് ആക്കി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചിട്ടുണ്ടാവാം. നിങ്ങളായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് കംപ്ലീറ്റ്ലി അവർ ഉപേക്ഷിച്ച് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയതായിരിക്കാം. പക്ഷേ അങ്ങനെ പോയ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സെപ്പറേഷനാണ് നിങ്ങൾക്കിടയിൽ. അങ്ങനെ ഒരു സെപ്പറേഷൻ യൂണിവേഴ്സ് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയതാണ് എന്നാണ് ഈ കാർഡ്സിലൂടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ആ ഒരു സെപ്പറേഷൻ വന്ന സമയത്താണ് നിങ്ങളുടെ റിയൽ വാല്യൂ ആ പേഴ്സൺ മനസ്സിലാക്കിയത്. മേ ബി ഇപ്പോൾ നിങ്ങൾ വളരെയധികം സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അതിനേക്കാളേറെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നൊരു ടൈമാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന ഇതും ദ മജീഷ്യൻ കാർഡാണ്. അതായത് അവർക്ക് ഏത് വഴിയും നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വഴികൾ അവർ അന്വേഷിക്കുന്നുണ്ട്. അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സമയത്ത് പോലും. അവർ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഒത്തിരി അവർക്ക് ഉണ്ട്. ലവേഴ്സിൻ്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതിലും വളരെയധികം ഒരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനമാണ് അവർ നൽകിയിരിക്കുന്നത്. ഈ ഈ ഒരു അവരുടെ മേ ബി അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം, അവരുടെ ആ ഒരു ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഇപ്പോൾ അവർക്ക് മാറിയിരിക്കാം. പക്ഷെ അങ്ങനെ മാറി അവരുടെ ലൈഫ് സെറ്റിലായ സമയത്ത് നിങ്ങൾ അവരുടെ കൂടെ ഇല്ല എന്നോർത്ത് അവരൊരുപാട് ദുഃഖിക്കുന്നുണ്ട്. അവർ ചെയ്തു പോയ ഈ ഒരു തെറ്റിൽ അവർക്കിപ്പോൾ ഒരുപാട് പശ്ചാത്താപം ഉണ്ട്. എന്തോ ഒരു കാര്യത്തിനോട് ആ വ്യക്തി ഓവർ എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ ഓവർ പാഷനേറ്റ് ആണ്. ആ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ മറ്റെന്തോ ഒരു കാര്യം കൂടി വളരെയധികം അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റെന്തോ ഒരു കാര്യം കൂടി ഉണ്ട് അവരുടെ ലൈഫിൽ. ചിലപ്പോഴെങ്കിലും ആ വ്യക്തിയുടെ മനസ്സ് ആ ഒരു കാര്യത്തിലേക്ക് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ഡിസ്റ്റൻറ്റ് ഫീലിങ്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. മേ ബി ഇവർ ചില നേരത്ത് നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നുണ്ടാവാം. കുറച്ച് കഴിയുന്ന അല്ലെങ്കിൽ കുറച്ച് നാൾ കോൺടാക്റ്റിൽ വന്നിട്ട് വീണ്ടും അവർ നിങ്ങളുമായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലാവുന്നുണ്ടാവാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലർക്കെങ്കിലും കാണുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നൊരു സമയമാണ്. അവർ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ടും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമോ എന്ന് നമുക്ക് ഒന്ന് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കൂടി നോക്കാം. അപ്പോൾ ഇവിടെ 2 ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 2 കാർഡ്സും വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വ്യക്തി എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് ഈ കാർഡ്സ് സൂചിപ്പിക്കുന്നത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നത് നിങ്ങളുടെ പേഴ്സണ് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് പോലെ, അതിലൊരു നെഗറ്റീവ് എഫക്റ്റ് പോലെ ഒരു ഒരു സംതിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിയൽ ലവ്
ആ വ്യക്തിക്ക് കാണാൻ പോലും അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്നാലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് അവരുടെ പാസ്റ്റ് ലൈഫിൽ മേ ബി ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അവരുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ട് അവർ ഷെയർ ചെയ്തിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളാണ് ഓർത്തെടുക്കുന്നത്. ചില വ്യക്തികൾ നിങ്ങളെക്കാളും വളരെ റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ആ വ്യക്തിക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലും ആ വ്യക്തി വളരെ റിച്ച് ആയിരിക്കാം. പക്ഷേ ആ ഒരു കാര്യത്തിലൊന്നും ആ വ്യക്തിക്ക് യാതൊരു ശ്രദ്ധയുമില്ല. അതിനെയൊക്കെക്കാളും വാല്യൂ അവർക്കിപ്പോൾ നിങ്ങളാണ് എന്നവരിപ്പോൾ ചിന്തിക്കുകയാണ്. ചില പേർക്കെങ്കിലും കുറച്ച് ഈഗോ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ഒരു അവരുടെ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് പാതയിലോട്ട് നീങ്ങിയതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഇത്രയും നാളും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളൊരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി ഏതൊരു എന്ത് റിസ്ക് എടുത്തിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മേ ബി നിങ്ങൾ 2 പേരും ഒരേപോലെ ഉള്ള സിറ്റുവേഷനിലാണ്. 2 പേർക്കും റീകൺസിലിയേഷന് വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. ഒരാൾ ഈ ഒരു സിറ്റുവേഷനിൽ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊരാൾ നിങ്ങളുമായിട്ടുള്ള നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ഒത്തിരി ദുഃഖിക്കുകയാണ്. ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ് 2 ഓഫ് കപ്സ് ആണ്. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോയ നിമിഷങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും അതുപോലൊരു സാഹചര്യം വരാനായിട്ട് മേ ബി നിങ്ങളും അതേപോലൊരു സാഹചര്യം തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്.